യെസ്, തിരുവനന്തപുരത്ത് ഇരുചക്രവാഹന ഷോറൂമിൽ തീപിടുത്തം. PMGയിലെ TVS ഷോറൂമിലാണ് പുലർച്ചെയോടെ തീപിടുത്തമുണ്ടായത്. നിലവിൽ ഫയർഫോഴ്സ് സംഘമെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. നാശനഷ്ടങ്ങളുടെ കണക്കടക്കം ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണവും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെയോടെ ഉണ്ടായ തീപിടുത്തം നിലവിൽ നിയന്ത്രണ വിധേയമായി എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നും തീ നിയന്ത്രണ വിധേയമായെന്നും മനസ്സിലാക്കുന്നു. 10 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മാനസ ഒരിക്കൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നേരത്തെ മാനസ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുചക്ര വാഹന ഷോറൂമിനാണ് തീപിടിച്ചത്. അതുകൊണ്ട് തന്നെ എത്ര വാഹനങ്ങൾ കത്തി നശിച്ചു എന്നതിലടക്കമുള്ള ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. അതിലൂടെ തന്നെയാണ് ഈ തീപിടുത്തത്തിന്റെ ആഘാതവും മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. എനിക്ക് പുറകിലുള്ള ഈ കെട്ടിടമാണ് ലോക്ടെക് എന്ന TVSന്റെ ഷോറൂമാണ്. ഇത്തരത്തിൽ തീപിടുത്തത്തിന് വിധേയമായത്. ഏതായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ അകത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും ഫയർഫോഴ്സും ഉള്ളത്. സമീപവാസികളായി തന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നതെങ്കിൽ കൂടിയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള എല്ലാ പ്രവൃത്തികളും നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആളപായം ഒന്നും തന്നെ നിലവിൽ ഇല്ലാത്തതും ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഒപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിവിധ ഇടങ്ങളിൽ നിന്നായി പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് സംഘവും പോലീസും സംയോജിച്ചുള്ള ആ ഒരു പ്രവൃത്തിയിൽ നിന്നാണ് വളരെ വലിയ ഒരു അപകടം മാറിയത് എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് സമീപവാസികളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ അപകടം ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ പ്രസേഴ്സിലാണ്. പ്രസേഴ്സിൻ്റെ നമുക്ക് ഒരു കാർ പാർക്കിംഗ് ഉണ്ട് അപ്പുറത്ത്. അവിടെയാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത്. 4:15 മണിക്കെന്നാണ് നമ്മൾ അറിഞ്ഞത്. തന്നെ ഫയർഫോഴ്സ് എത്തി കംപ്ലീറ്റ് എത്തി. എങ്ങനെയാണ് ഇതിപ്പോ നിരവധി വാഹനങ്ങളുള്ള ഒരു കെട്ടിടം? ഒരുപാട് വാഹനമുണ്ട്. ആ വാഹനങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിരിക്കുന്നത്. കുറച്ചെന്തോ കേടുണ്ട്. അകത്തേക്ക് കടക്കാനുള്ള നീക്കത്തിലേക്കായിരിക്കും. ഉണ്ട്. ഏതായാലും ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ കൂടിയാണ്. അപകട സമയത്ത് ഉണ്ടായിരുന്നോ ചേട്ടാ? ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പടരുകയായിരുന്നു? ഒരു 3:35 ആവും. ഞാൻ ഇവിടെ ഫ്രണ്ടിൽ വണ്ടിയുടെ ഇടയിൽ കസേരയിൽ ചാരിയിരുന്ന് ഉറങ്ങായിരുന്നു. അപ്പോഴീ പൊട്ടിത്തെറി കേട്ടാണ് ഞാൻ പുറത്ത് നിന്ന് നോക്കിയപ്പോൾ നല്ല പൊട്ടിത്തെറിയും ഒരു സൗണ്ടുമായിരുന്നു. പടാൻ തീയിട. എനിക്ക് മൊബൈൽ എടുക്കാനോ ഒന്നിനും ഒത്തില്ല. ഞാൻ ചാവി എടുത്ത് കയറ്റി ഉറക്കാനോ ഒത്തില്ല. ഇത് കേട്ട് ഞാൻ കയറ്റി എടുത്ത് ചാടി എൻ്റെ ചുണ്ടും മുട്ടുമൊക്കെ ഇടിച്ച് ഞാൻ വെളിയിൽ ചാടി. പള്ളിയിലത്തെ സെക്യൂരിറ്റീനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനത്തെ അവസ്ഥയിൽ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, ഒന്ന് ഇതിൻ്റെ മുതലാളിയെ ഒന്ന് വിളിച്ച് പറയണമെന്ന്. ആ സെക്യൂരിറ്റിയാണ് വിളിച്ച് പറഞ്ഞത് ഫയർഫോഴ്സിന്. ഇതിൻ്റെ ജീവനക്കാരനാണോ? ആരാണ് ജീവനക്കാരനാണോ? ഞാൻ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഉടൻ തന്നെ ഉടമയെ വിളിച്ച് പറയും. ഞാൻ രാവിലെ 8:30 കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ 8:30 ഇറങ്ങത്തുള്ളൂ. അകത്ത് നിന്നായിരുന്നു തീ പടർന്നത്? ബാക്ക് സൈഡിൽ മേളിലത്തെ നിലയിലായിരുന്നു ആദ്യം തീ പിടിച്ചത്. ബാക്കിൽ മേളിലത്തെ നിലയിൽ. എന്താണ് തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണമായിട്ട് തോന്നുന്നുണ്ടോ എന്തെങ്കിലും? അത് അറിയില്ല. ഏതായാലും പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി. ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പൊട്ടിത്തെറിയലും ആടി കത്തുമായിരുന്നു. ആര്യ, ഈ ഷോറൂമിനകത്ത് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനാണ് നമ്മളോട് പ്രതികരിച്ചത്. 3:30 ഇത്തരത്തിൽ അകത്ത് നിന്ന്, അതായത് ഷോറൂമിൻ്റെ പുറത്ത് നിന്ന് ഒരു വലിയ രീതിയിലുള്ള ശബ്ദവും അതോടൊപ്പം തന്നെ ഒരു തീ പടരുന്ന രംഗവും കാണുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉടൻ തന്നെ വിവരം അറിയിക്കുകയും ഉടമ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ച് പെട്ടെന്ന് ആളുകൾ ഇവിടെ എത്തി പ്രവർത്തികൾ പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോഴും പോലീസും ഫയർഫോഴ്സും ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള
ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഉള്ളിൽ നിന്ന് ഇപ്പോഴും തീ പുറത്തേക്ക്, അതായത് കെട്ടിടത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും തീ നിലനിൽക്കുന്നതായാണ് കാണുന്നത്. അതുകൊണ്ട് അകത്തേക്ക് ആരും തന്നെ നിലവിൽ കടന്നിട്ടില്ല. എന്നാൽ അകത്ത് കടക്കേണ്ട ശ്രമവും നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ എവിടെ നിന്നാണ്, അതോ ഷോർട്ട് സർക്യൂട്ടാണോ അതോ വേറെന്തെങ്കിലും കാരണമാണോ ഈ തീപിടുത്തം ഉണ്ടാകാനുണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ 10 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അകത്ത് ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. നഗരത്തിലെ പ്രധാന ഒരു TVS ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പെട്ടെന്ന് ഇത്തരത്തിൽ തീ ഉണ്ടായ ഒരു സാഹചര്യം കണക്കിലെടുത്ത് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളൊക്കെയും തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് കടയോട് ചേർന്ന് തൊട്ട് ഇപ്പുറത്തായി നിൽക്കുന്ന സ്ഥാപനത്തിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എങ്കിൽ കൂടിയും അകത്ത് നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ജീവനക്കാരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ആദ്യം അതിന് മുന്നോടിയായി തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം. നിലവിൽ താഴത്തെ 2 നില കെട്ടിടമാണ്. താഴത്തെ നിലയിൽ ഫയർഫോഴ്സ് സംഘം ഉണ്ട്. താഴെ വലിയ രീതിയിൽ ഇപ്പോൾ തീ കത്തുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ നല്ല രീതിയിൽ പുക ഉയരുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലത്തെ കെട്ടിടത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ഫയർഫോഴ്സ് സംഘം നിലവിൽ ഇവിടെ ചെയ്യുന്നത്. ആര്യ.